കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. കണ്ണൂർ കുറുവ സ്വദേശി കെ അനീഷ് കുമാറിന്റെ മൃതദേഹം രാവിലെ 11 മണിക്ക് പയ്യാമ്പലത്താണ് സംസ്കാര ചടങ്ങ്. പത്തനംതിട്ട പന്തളം മുടിയോർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക്. രാവിലെ 11 മണി മുതൽ വീട്ടിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷമാകും ചടങ്ങുകൾ. പുനലൂർ സ്വദേശി സാജന്റെയും വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെയും സംസ്കാരവും ഇന്ന് നടക്കും. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി. അരുൺ, അവിടെ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്? കൊല്ലം ജില്ലയിൽ നമുക്കറിയാം, ജില്ലയ്ക്കാകമാനം ഒരു നഷ്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അതിനെ കാണേണ്ടത്. ഇന്നലെ അവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയ മൃതദേഹങ്ങൾ സ്വീകരിക്കുന്നു. അതിനുശേഷമുണ്ടായ ചടങ്ങുകളിലെല്ലാം തന്നെ ദുഃഖം ഉറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ പിന്നെ സ്വന്തം ബന്ധുക്കളുടെ, ഉറ്റവരുടെ വേദന അത് താങ്ങാൻ കഴിയില്ല, നമുക്കറിയാം. ഏറ്റവും പുതുതായി നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം എന്താണ് അരുൺ? സ്മിത, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ നിമിഷം തുടങ്ങിയ, അല്ലെങ്കിൽ അവരെ ഈ ബന്ധുക്കളെ അടക്കം കാണാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തുള്ള വേദന, ആ നാടിൻ്റെ വേദനയെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ആ വിങ്ങലും ആ തേങ്ങലും എല്ലാം ഇപ്പോഴും എല്ലായിടവും തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ബന്ധുക്കളുടെ മാത്രമായി ഒതുങ്ങുന്നില്ല. ഒരു പൊതുസമൂഹത്തിൻ്റെ ആകമാനം വേദനയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം ഇന്നലെ അടക്കം കണ്ടത്. ഇന്ന് കൊല്ലം ജില്ലയിൽ 2 പേരുടെ സംസ്കാര ശുശ്രൂഷകളാണ് നടക്കുന്നത്. ഒന്ന് കൊല്ലം ആദിച്ചനല്ലൂർ വിളച്ചിക്കാല സ്വദേശി ലൂക്കോസ് വിയോ. അദ്ദേഹം കഴിഞ്ഞ ഒരു 15 വർഷത്തിലധികമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ മാസമാണ് സ്വാഭാവികമായി അദ്ദേഹം നാട്ടിലേക്ക് വരേണ്ടത്. പക്ഷേ മകൾക്ക് +2 6A+ കിട്ടുകയും ഒരു മറ്റൊരു കോഴ്സിന് അഡ്മിഷൻ അടക്കമുള്ള എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ മാസം വരേണ്ട തീയതി മാറ്റി ഈ മാസം ഒടുവിൽ തന്നെ വരാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനിടയിലാണ് നിലച്ചിരിക്കാത്ത ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തുകയും ആ കുടുംബത്തെ തേടിയെത്തുകയും ചെയ്തത്. ലൂക്കോസിന്റെ മൃതദേഹം ഇന്നലെ തന്നെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ആ മൃതദേഹം ഇന്ന് 12 മണിക്ക് ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോമിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. 12:30യോടെ ചടങ്ങ് പൂർത്തിയായി സംസ്കരിക്കും അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ പുനലൂർ സ്വദേശി സാജൻ ജോർജിൻ്റെയാണ്. സാജൻ ജോർജിൻ്റെയും 12 മണിയോടെ നെരിക്കൽ പള്ളിയിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതും 12 മണിയോടെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി അതിൻ്റെ സംസ്കാര ശുശ്രൂഷകളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഓരോരുടെയും മരണം അത് വ്യക്തിപരമായി കൂടി നമുക്ക് ഉള്ളിൽ വേദന ഉണ്ടാക്കുന്നതും ഉള്ളിനെ ഉലയ്ക്കുന്നതുമാണ്. കാരണം ഇന്നലത്തെ ഒരു മുഖം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ഒന്ന് ഈ കൊല്ലം സ്വദേശി സുമേഷിൻ്റെ മകളുടെയാണ്, അവനിക. ആ 7 വയസ്സുകാരുടെ ചില ചോദ്യങ്ങളും, എന്തിനാണ് ഈ മാമന്മാർ ക്യാമറയുമായി വന്നത്, മന്ത്രിമാർ എത്തുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് വരുന്നത് എന്ന് ആ കുട്ടി വളരെ ആകാംക്ഷയോടെ, അല്ലെങ്കിൽ എന്തെന്നറിയാത്തൊരു ജിജ്ഞാസയോടെ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും മാറുന്നില്ല. അങ്ങനെ ഒട്ടനവധി മുഖങ്ങൾ സംസ്ഥാനത്തെമ്പാടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ ആ മുഖങ്ങൾ എങ്ങനെയാണ് ഇനി മാറ്റപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ ഇനി എങ്ങനെ ഉണ്ടാകും, പുതിയ പ്രതീക്ഷകൾ? ഇത്രത്തോളം ജീവനുകൾ നഷ്ടപ്പെട്ടു, അവരുടെ എല്ലാം പ്രതീക്ഷയും താങ്ങും തണലുമൊക്കെയായിരുന്നു ഈ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി ഒടുവിൽ ഈ വീട്ടുകളിലേക്ക് അടക്കം എത്തിച്ചേർന്നത്. അതിനെ ഇനി ആ കുടുംബങ്ങൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. കാരണം അതിനെ എങ്ങനെ മറികടന്നാലും അത് അവരെ സംബന്ധിച്ച് എക്കാലവും നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കം നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം ഈ സ്വപ്നം മുഴുവനും പൊലിഞ്ഞുപോയ മനുഷ്യരുടെ നിസ്സഹായതയുടെയും അവരുടെ സങ്കടക്കടലിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. അരുൺരാജ് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, അവരുടെ ചോദ്യങ്ങളെല്ലാം തന്നെ വല്ലാതെ ഹൃദയഭേദകമാണ്. AV ജയശങ്കർ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? അതായത് പുനലൂർ സ്വദേശി സാജൻ്റെ വീടിന് സമീപമാണ് നമ്മളുള്ളത്. സാജൻ്റെ ശവസംസ്കാരം ഇന്ന് നടക്കും. 10:30 മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം 1 മണിക്കൂറോളം വീട്ടിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഉടൻ തന്നെ നരിക്കൽ മാർത്തോമ പള്ളിയിൽ വെച്ചാണ് അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. കഴിഞ്ഞ ദിവസം സഹോദരി ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സഹോദരിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രിയോടുകൂടി ആണ് സഹോദരി തിരിച്ചെത്തിയത്. ഈ വീടിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഒരു മാസം മുമ്പാണ് സാജൻ വിദേശത്തേക്ക് പോകുന്നത്. നാട്ടിൽ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു നീണ്ട കാലം. ഇതിനിടയിലാണ് ഒരു
കരിയർ മാറ്റത്തിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറായി പോകുന്നു. ഉയർന്ന സാലറി, വലിയ സ്വപ്നങ്ങൾ. അങ്ങനെയാണ് സാജൻ വിദേശത്തെത്തുന്നത്. ആദ്യ ശമ്പളം ഈ അപകടത്തിന് 2 ദിവസം മുമ്പാണ് വീട്ടിലേക്ക് അയക്കുന്നത്. അത്തരത്തിൽ വീടുമായി വളരെ അടുപ്പമുള്ള, വളരെയധികം വൈകാരിക ബന്ധമുള്ള ഒരു വ്യക്തി, ഇവരുടെ ഏക മകൻ, ഒരു മകനുമാണുള്ളതിൽ. അതിൽ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് അവർക്കുള്ളത്. കാരണം അവർ കഴിഞ്ഞ ദിവസമാണ് ഈ ശമ്പളം കൈപ്പറ്റുന്നത്. അത്തരത്തിൽ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ കുടുംബം തയ്യാറായിരുന്നു. ഒരു ഘട്ടത്തിലാണ് മരണം അവിചാരിതമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഈ അമ്മ ആദ്യ ദിവസം, നമ്മൾ ചെല്ലുന്ന ദിവസമൊക്കെ വലിയ തോതിൽ കണ്ണീരോടുകൂടി എങ്ങനെ നമുക്ക് ആശ്വസിപ്പിക്കണം എന്നറിയാത്ത രീതിയിൽ അവിടെ പൊട്ടിക്കരയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ഇത്തരത്തിൽ കേരളത്തിലെ പല വീടുകളിലും വലിയ കണ്ണീരാണ് ഉണ്ടായത്. ഇതെങ്ങനെ തീർക്കാം, നമുക്ക് എന്ത് ഇവരോട് പറയാമെന്നൊരു വലിയ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. എന്തായാലും പല ദുരന്തങ്ങൾ നമ്മൾ അതിജീവിച്ചവരാണ്, പലതിനെയും മറികടന്നവരാണ്. ഇതും നമ്മൾ അതിജീവിക്കുമെന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുക. എന്തായാലും സാജൻ്റെ നാട്ടിൽ സംബന്ധിച്ച് സാജൻ്റെ വീടിനും പരിസരമുള്ളവരെല്ലാം തന്നെ അടുത്ത ബന്ധുക്കളാണ്. അവിടെ വളരെ അടുത്ത നാടുമായി വലിയ ബന്ധം സൂക്ഷിച്ചൊരു വ്യക്തിയാണ് സാജൻ. വളരെ ചെറിയ പ്രായമാണ്, ഒരു വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദേശത്തേക്ക് പോയ വ്യക്തിയാണ്. പൊടുന്നനെ മൃതശരീരമായി വീട്ടിലേക്ക് എത്തുമ്പോൾ അതവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികം വിഷം സമ്മാനിക്കുന്ന ഒന്നാണ്. പിതാവൊക്കെ കരയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. സാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് കുടുംബം പറയുന്നത്. ചിരിച്ചും കളിച്ചും യാത്ര പറഞ്ഞ് തിരികെ എത്താം എന്ന് പറഞ്ഞ് മടങ്ങിയവരാണ്. ചേതനയറ്റ മൃതദേഹമാണ് തിരിച്ചെത്തിയത്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം കഴിഞ്ഞാലും വളരെ ഹൃദയഭേദകമായ സങ്കടക്കടലിലൂടെ അവർ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീജിത്ത്, പറയൂ, എവിടെയാണ് നിൽക്കുന്നത്, വിവരങ്ങൾ? പന്തളത്ത് ആണ് ഉള്ളത്. എന്തായാലും പന്തളത്ത് ആകാശിന്റെ വീട്ടിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്തിച്ചേരാനാകും. അവിടെ മൃതദേഹം എന്തായാലും എത്തിച്ചിട്ടില്ല. ബന്ധുക്കൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. പന്തളം മുടിയൂർക്കോണത്തെ വീട്ടിൽ രാവിലെ ഒരു 11 മണിയോടുകൂടി മാത്രമേ മൃതദേഹം എത്തിക്കുകയുള്ളൂ. എന്തായാലും 8 മണിയോടുകൂടി, ഇന്നലെ തീരുമാനിച്ചത് ഉച്ചയോടുകൂടി 8 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനം വന്നായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാരമെന്നും, പക്ഷേ ആ മൃതശരീരത്തിന്റെ അവസ്ഥ കുറച്ച് മോശമാണ് എന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് കൗൺസിലറും ജനപ്രതിനിധികളുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷമാണ് 11 മണിയോടുകൂടി എംബാം ചെയ്ത ശരീരം പിന്നീട് കുറച്ച് സമയം മാത്രം പൊതുദർശനത്തിന് വെച്ചാൽ മതി എന്നൊരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി മൃതദേഹം പന്തളത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ പൊതുദർശനം നടക്കുക. 2 മണിയോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താനാണ് പ്രാഥമികമായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നത് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ PV മുരളീധരൻ നായരുടെ സംസ്കാരം പൂർത്തിയായിരുന്നു. പത്തനംതിട്ടയിൽ 6 പേരാണ് മരിച്ചത്. അതൊരാൾ പാണ്ടനാട് സ്വദേശിയായ മാത്യു തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിലെ ലിസ്റ്റിൽ, അല്ലെങ്കിൽ ആലപ്പുഴയിലെ ആ ഒരു ലിസ്റ്റിലാണ് ആ ഒരു മരണം പെടുന്നത്. പക്ഷേ നിരണം സ്വദേശിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മറ്റു മൃതദേഹങ്ങളെല്ലാം നാളെയും മറ്റന്നാളുമായാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുക. എന്തായാലും ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവസാനിക്കും. സ്മിത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് 4 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, പറയൂ വിവരങ്ങൾ. സ്മിത, കുവൈറ്റ് അപകടത്തിൽ മരിച്ച കണ്ണൂർ കുറുവ കടലായി സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാരം ഇന്ന് 11 മണിക്ക് കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മൃതദേഹം നിലവിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് കുറുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കുറുവയിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പൊതുവായി ഒരുക്കിയിട്ടുള്ള വേദിയിൽ പൊതുദർശനം ഉണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പൊതുദർശനം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും സംസ്കാരത്തിനായി പയ്യാമ്പലത്തെ പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുവരിക. 25 വർഷത്തിലേറെ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു അനീഷ് കുമാർ. കഴിഞ്ഞ 11 വർഷമായി കുവൈറ്റിലുമാണ്. ഈ ഒരു തവണ കൂടി യാത്ര ചെയ്തതിനു ശേഷം തിരികെ എത്തുമ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു അനീഷ് കുമാർ. ഇക്കാര്യമൊക്കെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ തീരുമാനം പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരു തവണ കൂടി പോയി വരാമെന്ന തീരുമാനത്തിലാണ് കുവൈറ്റിലേക്ക് വീണ്ടും എത്തിയത്. പക്ഷെ അത് ദുരന്തത്തിലേക്കായിരുന്നു എന്താണ് അങ്ങേയറ്റം ഖേദകരമായ കാര്യം. ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം കുവൈറ്റിൽ നിന്ന് എത്തിച്ചെങ്കിലും
കുടുംബാംഗങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അതായത് മക്കളെ അടക്കം പലരെയും ഈ മരണ വിവരം വളരെ വൈകി മാത്രമാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഏതായാലും അങ്ങേയറ്റം വൈകാരികമായ ഒരു യാത്രയിലാണ്. 8 മണിയോടുകൂടി മൃതദേഹം കണ്ണൂർ ടൗണിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കുറുവയിലെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും മറ്റു ചടങ്ങുകൾ നടക്കുക. ശരി സജോ, കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എത്രയെത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഇതോടെ തകർന്നു പോയത്.